ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ വർക്കൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വർക്കൊന്നും ഇല്ലാതെ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം കിട്ടിയ വർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലത്തെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ രാവിലത്തെ ഉച്ചക്കത്തെയും കുറച്ച് കാര്യങ്ങൾ, അതായത് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല. രാവിലത്തെ ഉച്ചക്കത്തെയും കുറച്ച് കുക്കിങ്ങിൻ്റെ പരിപാടിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡർ ആയിരുന്നു നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടിയ ഓർഡർ വേണ്ടെന്ന് വെച്ചത് എന്നുകൂടി ഞാൻ പറയാൻ വേണ്ടിയിട്ട് കാരണം പാൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാനൊരു ഓർഡർ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇന്ന് ഞാനിതപ്പോൾ കാണിക്കുന്നത് രാവിലത്തെ നാഷ്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ബീഫ് കുറുമ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുറുമ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ കുറുമയാണ് കേട്ടോ. കാരണം മുളക് പൊടിയൊന്നും ഇടാതെ തന്നെ നല്ല വൈറ്റ് കളറിൽ കാണുന്ന നല്ലൊരു അടിപൊളി ബീഫ് കുറുമയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുരുമുളക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പച്ചമുളക് കമ്മിയാക്കുക. അപ്പോൾ ഞാനൊരു 5 or 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി പൊട്ടുക്കടലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പൊട്ടുക്കടല ഇട്ട് കൊടുത്തത്. അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 1 സ്പൂണും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല പൊടി കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങയും അതുപോലെ ഒരു കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 മുറി തേങ്ങയാണ് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ സവാള വഴറ്റുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ ജീരകം കൂടി ചതച്ചത് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വേണം നമുക്ക് എല്ലാതും കൂടി വഴറ്റിയെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അരച്ച മിക്സിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് പച്ചമുളക് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ കുക്കറിലേക്ക് നമുക്ക് ബീഫും അതുപോലെ തന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതിനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വേവിച്ചെടുത്ത ആ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങും ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീഫിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾക്ക് കറിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൽ എന്താണോ കുറവ് തോന്നുന്നത് അതൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കുറുമയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഞാനിത് കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൽ കണ്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. പക്ഷെ അതിൽ നിന്നും ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ കൂടി മാറ്റിയെടുത്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ ഒരു കറി. അപ്പോൾ ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ രാവിലെ നാഷ്ടയ്ക്കാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ നാഷ്ട ഉണ്ടാക്കിയത് നമ്മൾ വെള്ളപ്പമായിരുന്നു കേട്ടോ, അതായത് അപ്പം ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടിയാണ് നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് കുറുക്കിയെടുത്തിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനും മക്കളൊക്കെ കൂടിയിട്ട് TV കണ്ടിട്ടാണ് കേട്ടോ നാഷ്ട കഴിക്കുന്നത്. അപ്പോൾ മോൾക്കാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് TV എന്തായാലും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫോൺ കാണുന്നതിനേക്കാളും നല്ലതിൽ TV കാണുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോന് കറി കൂട്ടാറില്ല, അപ്പോൾ അവനിക്ക് ഞാൻ ചായയിൽ മുക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 പേരും കൂടിയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ അവൻ ഒറ്റയ്ക്ക് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ കറിയും അതുപോലെ അപ്പമൊക്കെ എടുത്തിട്ടുണ്ട്, കൂടെ കഴിക്കാനായിട്ട് ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ, നമുക്ക് ഭയങ്കര ബിസി ആയിരുന്നു, സൺഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് എടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് വീഡിയോ ആക്കിയിട്ട് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കായിരുന്നു. അപ്പോൾ ഓർഡർ എടുത്താലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കാനൊന്നും സമയം കിട്ടില്ല. കാരണം തിങ്കളാഴ്ച അത് നമുക്ക് റിട്ടേൺ കൊടുക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണമെങ്കിൽ നമുക്ക് പലാസോ പാൻറ്റ് തന്നെ എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഈ ടൈമും കൂടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് എടുക്കാതെയും കൂടി ഇരുന്നത്. പിന്നെ ഉച്ചക്കലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മത്തി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാളാന്നൊക്കെ അല്ലേ ഓരോ ഭാഗത്ത് പറയാല്ലേ. അപ്പോൾ മത്തി വാങ്ങിയിട്ട് ഞാനെന്താ നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കറിക്ക് വേണ്ടതും. അതുപോലെ മോൾക്കാണെങ്കിൽ എന്തെങ്കിലും പൊരിച്ചത് ഇല്ലാണ്ട് അവൾ ഭക്ഷണം കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ ഇതുപോലെ മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാല ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ നമുക്ക് എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ അതിൽ മീനിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇതുണ്ടല്ലോ, എന്താ പറയുക, മറ്റേ കുട്ടി, അത് നല്ല രീതിക്ക് തന്നെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റും നല്ലതും ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വലിയ ഉള്ളി എടുത്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതാ ഞാൻ കുറച്ച് പുളി കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുതിർന്നുകൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ നന്നായിട്ട് തന്നെ ചിരകിയിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കറിക്ക് എപ്പോഴും മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് വലിയ ജീരകം ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതുകൂടി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. പിന്നെ മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻകറി നമ്മളിത് അവിടെ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ മീൻകറിയൊക്കെ ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെച്ചത്. അതിന് ശേഷമാണ് നമ്മൾ ഗ്യാസിന് മേലെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിരിക്കുന്നത് 2 ദിവസത്തിനും കൂടിയിട്ടാണ് കേട്ടോ. കാരണം മോളുടെ സ്കൂൾ നാളെ സ്റ്റാർട്ട് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നാളെ തീരെ സമയം ഉണ്ടാവില്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും. പിന്നെ നമുക്ക് പുതിയ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നാളെ കുറച്ച് നമുക്ക് സമയം വേണം കേട്ടോ. അപ്പോൾ അതിന് കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ 2 ദിവസത്തിനും ചേർത്തിയിട്ട് മീൻകറി വെച്ചിരിക്കുന്നത്. പൊതുവേ ഇവിടെ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് 2 ദിവസത്തിനും ചേർത്തിയിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ നാളേക്ക് ആകുമ്പോൾ നമുക്ക് സ്കൂൾക്ക് പോകേണ്ട ആവശ്യമുണ്ട്, ഫസ്റ്റ് ദിവസമാണല്ലോ. അതുകൊണ്ട് പേരൻസിൻ്റെ കൂടെയാണ് കേട്ടോ പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനിത് അവിടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ പഞ്ഞീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ ഇന്ന് ഉപ്പേരിയായിട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്, പച്ച ചീരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചീര, അതായത് ഇലക്കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാണാനുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ചുങ്ങിപ്പോകുമല്ലോ ഇലക്കറികളൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ചീരയൊക്കെ എടുക്കുന്ന സമയത്ത് കണ്ടപ്പോൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതാ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപ്പേരി നമുക്ക് തികയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.